രമേശ് ചെന്നിത്തല മാധ്യമങ്ങളെ കാണുന്നു തത്സമയം. കഴിഞ്ഞ കാലത്ത് ഇ ഡി അന്വേഷിച്ചതൊന്നും പുറത്തു വന്നിട്ടില്ല. ഇവിടെ സ്വർണ്ണ കള്ളക്കടത്ത് ആവിയായി പോയി. മറ്റ് പല കേസുകളും ഗവൺമെന്റിനും മുഖ്യമന്ത്രിക്കുമൊക്കെ എതിരായിട്ടുള്ള പല കേസുകളും ആവിയായി പോയി. അപ്പം അവരെ രക്ഷിക്കാൻ വേണ്ടിയാണോ ഇ ഡി വന്നത് എന്നുള്ള സംശയം സ്വാഭാവികമായും ആളുകളുടെ മനസ്സിലുണ്ട്. കാരണം മുൻകാല അനുഭവങ്ങളുടെ വെളിച്ചത്തിലാണ്. ഏതായാലും യഥാർത്ഥ പ്രതികളെ മുഴുവൻ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവന്നേ മതിയാവും. മറ്റൊന്നേ, ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ വലിയ ക്യാമ്പയിനാണ് CPM നടത്തുന്നത്. CPMന്റെ ഒരു മന്ത്രി വി അബ്ദുറഹ്മാൻ, ഒരു MLA ദലീമ ജോജോ, ഇവരൊക്കെ ജമാഅത്തെ ഇസ്ലാമിയുടെ പരിപാടി പങ്കെടുക്കുകയാണ്. ഇത് ഇവരുടെ ഈ നിലപാടിൽ ഇരട്ടത്താപ്പുണ്ടോ? ഇവർക്ക് ഒരു നിലപാടുമില്ല. ഇവര് രണ്ടോട്ടിന് വേണ്ടി ആരോടും കൂട്ടുകൂടുക എന്നുള്ളതിന്റെ തെളിവാണിത്. ഇത്രയും നാൾ ജമാഅത്തെ ഇസ്ലാമി എതിരായിരുന്നു. ജമാഅത്തെ ഇസ്ലാമിയുടെ ദേശീയ നേതാവായ ആരിഫ് അലിയുമായിട്ട് ഇന്ന് മന്ത്രി അബ്ദുറഹ്മാൻ ഒരു യോഗത്തിൽ പങ്കെടുക്കുകയാണ്. മാത്രമല്ല ഒരു MLA അവരുടെ യോഗത്തിൽ പങ്കെടുത്തു പാട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ്. എന്താ അപ്പം ഇന്ന് വരെ CPM പറഞ്ഞതിനകത്തൊന്നും ഒരു ആത്മാർത്ഥതയില്ല എന്നുള്ളതിന്റെ തെളിവല്ലേ ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം ആരുമായി ഏറ്റവും കൂടുതൽ ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള രാഷ്ട്രീയ കക്ഷി CPM ആണ്. 4 പതിറ്റാണ്ട് കാലത്തെ ബന്ധം അവരുമായിട്ടുണ്ട്. ഒരു സംശയവും വേണ്ട. ഇപ്പോഴും ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് നല്ല ബന്ധമാണ് അവർക്കുള്ളതെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ പ്രകടമായ തെളിവല്ലേ സംസ്ഥാനത്തെ ഒരു മന്ത്രി ജമാഅത്തെ ഇസ്ലാമിയുടെ ദേശീയ നേതാക്കന്മാരുമായി വേദി പങ്കിടുന്നു, ഒരു MLA വേദി പങ്കിടുന്നു. അപ്പോൾ ഇതൊക്കെ ഇതിൻ്റെ അർത്ഥം എന്താണ്? അപ്പോൾ CPM ഇതെല്ലാം കള്ളക്കളി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് കേരളത്തിൽ വർഗീയ ധ്രുവീകരണത്തിന് വിത്തിട്ടുകൊണ്ടിരിക്കുന്നത് മുഖ്യമന്ത്രിയാണ്. ജനങ്ങളെ വർഗീയമായി ചേരിതിരിവുണ്ടാക്കുക. സജി ചെറിയാന്റെ പ്രസ്താവന ഇന്ന് വരെ മുഖ്യമന്ത്രി തള്ളി പറഞ്ഞില്ലല്ലോ. സജി ചെറിയാന്റെ പ്രസ്താവനയുടെ പിന്നിൽ ആരാണ്? മുഖ്യമന്ത്രിയല്ലേ. സജി ചെറിയാനെ പോലെയുള്ള ഒരു സംസ്ഥാന മന്ത്രി പച്ചയായ വർഗീയത പറഞ്ഞിട്ട് മുഖ്യമന്ത്രി ശാസിച്ചില്ലല്ലോ. AK ബാലൻ പറഞ്ഞു UDF അധികാരത്തിൽ വന്ന ജമാഅത്തെ ഇസ്ലാമി ആയിരിക്കും ആഭ്യന്തരമന്ത്രി എന്ന്. അദ്ദേഹം തള്ളി പറഞ്ഞില്ലല്ലോ. അപ്പൊ കേരളത്തിന്റെ മുഖ്യമന്ത്രി വർഗീയമായി ജനങ്ങളെ തമ്മിലടിപ്പിക്കാൻ ശ്രമിക്കുന്നു, വിഭജിക്കാൻ ശ്രമിക്കുന്നു, തെരഞ്ഞെടുപ്പിൽ വർഗീയത ആളിക്കത്തിച്ച് ജയിക്കാൻ ശ്രമിക്കുന്നു. ഇപ്പോഴതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഭൂരിപക്ഷ വർഗീയത ആളിക്കത്തിച്ച് തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ CPM മുഖ്യമന്ത്രി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രതിപക്ഷ നേതാവേ ജമാഅത്തെ ഇസ്ലാമിയുടെ ആശയം അത് മതരാഷ്ട്രവാദമല്ല എന്ന് പറഞ്ഞു. അതൊക്കെ അദ്ദേഹം വളരെ വിശദമായി അദ്ദേഹം ആവർത്തിച്ചു. സംസ്ഥാന സെക്രട്ടറി പറയുന്നത് മതരാഷ്ട്രവാദം തന്നെയാണ് എന്ന് പറയുന്നത്. ആദ്യം ഈ സംസ്ഥാന സെക്രട്ടറി നമ്മുടെ സജി ചെറിയാൻ പറഞ്ഞതിനെ പറ്റി മറുപടി പറയട്ടെ. ഒരക്ഷരം മിണ്ടുന്നില്ലല്ലോ. എന്നിട്ടാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞതിനെ പറ്റി പറയുന്നത്. എന്തുകൊണ്ട് ഗോവിന്ദൻ മാസ്റ്ററോ മുഖ്യമന്ത്രിയോ സജി ചെറിയാൻ പറഞ്ഞതിനെ പറ്റി മിണ്ടുന്നില്ല? ഒരക്ഷരം പറയാൻ തയ്യാറാകുന്നില്ലല്ലോ. എന്തുകൊണ്ട് തള്ളി പറയുന്നില്ല? AK ബാലനെ എന്തുകൊണ്ട് തള്ളി പറയാൻ തയ്യാറാകുന്നില്ല? അപ്പൊ ഭൂരിപക്ഷ വർഗീയതയെ ആളിക്കത്തിച്ച് ഈ തെരഞ്ഞെടുപ്പിൽ ജയിക്കാമെന്നുള്ള തെറ്റിദ്ധാരണയാണ് ഇവർക്കുള്ളത്. അതൊന്നും നടക്കാൻ പോകുന്നത്. രമേശ് ജി, ഇപ്പൊ പുതുതായിട്ട് വന്ന ഒരു സർവേ ഫലം, അതില് മുഖ്യമന്ത്രി ആര് എന്ന ചോദ്യം, അതൊക്കെ ചുമ്മാ വെറുതെ. അങ്ങയുടെ പേരില്ല. അത് വേണ്ട, എന്റെ പേരില്ലാതെ വളരെ നന്നായി. അങ്ങയുടെ പേര് ഓപ്പണായിട്ട് പോലും എന്റെ പേര് ദേശീയ മാധ്യമങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? എന്റെ പേരില്ലാതെ വളരെ നന്നായി. കാരണം ഇതെല്ലാം ആളുകൾക്ക് വേറെ ജോലി ഇല്ലാഞ്ഞിട്ട് ഓരോരുത്തർക്ക് പാർട്ടി 3 സർവേ നടത്തി. ഇതൊന്നും ഒരു കാര്യമാണ്. പാർട്ടിക്ക് പാർട്ടിയുടേതായ സിസ്റ്റം ഉണ്ട്. അല്ലാണ്ട് ഞങ്ങൾ അങ്ങനെ സർവേ ചെയ്യുന്നത്. ഇത് ഓരോ താല്പര്യം അനുസരിച്ച് ഓരോരുത്തർക്കും. അത് നമ്മുടെ പേരില്ലാതെ സ്ഥാനാർത്ഥി സീറ്റ് വിഭജനം എന്നത്തേക്കുണ്ടാവും?